കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ വലിയൊരു വാർത്ത കൊണ്ടുവന്നിരിക്കുകയാണ്. നടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത. ദിലീപിനെതിരെ വലിയ ആരോപണങ്ങളുമായി പൾസർ സുനി വരികയാണ്. ഇത് റിപ്പോർട്ടർ ചാനൽ ഒരു ഒളിക്യാമറ ഓപ്പറേഷൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ കാണുന്ന ആർക്കും അങ്ങനെ തോന്നുന്നില്ല, ഒരു ഒളിക്യാമറ ആയിട്ടൊന്നും കാണുന്നില്ല, അത് കുടുക്കിയതാണെന്നൊന്നും കാണുന്നില്ല. സാധാരണ ഇൻ്റർവ്യൂ നേരിട്ട് ക്യാമറ വയ്ക്കാതെ എവിടെയോ വെച്ച് ക്യാമറ വെച്ചു എന്ന് മാത്രമാണ് സാധാരണക്കാർക്ക് തോന്നുന്നത്. ഇതൊരു തരത്തിൽ നമുക്ക് ആലോചിച്ചാൽ ഇപ്പോൾ ഈ വാർത്തയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ട് കുറേ വർഷമായി കേരളത്തിൽ ഈ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും ചർവിത കർവണം എന്നൊക്കെ പറയാറ് നമ്മൾ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് ഈ ഇത് കോടതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ദിലീപ് ഇപ്പോൾ അഴികൾക്ക് പുറത്താണ്. അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട് ജാമ്യമെടുത്ത് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ഇങ്ങനൊരു വാർത്ത ദിലീപ് അനുസരിച്ച് വരുന്നത്. പ്രത്യേകിച്ച് ഈ കേസിലെ പല കാര്യങ്ങൾ നോക്കിയാൽ പല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നടിയെ ആക്രമിക്കപ്പെടുന്നു, നടിയെ ഇറക്കി വിടുന്ന സ്ഥലം, അതുപോലെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കണ്ടവരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പൾസർ സുനി വരുന്നു, പൾസർ സുനി എന്തുകൊണ്ട് ഇപ്പോൾ ദിലീപിനെതിരെ ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടർ ചാനൽ നമ്മൾ കാണുമ്പോൾ അവരെന്നെ പറയുകയാണ് പൾസർ സുനി ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും പൾസർ സുനി ദിലീപിനെതിരായിട്ടാണ് മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. അത് ദിലീപിന് അനുകൂലമായിട്ടല്ല, അതിൽ പലരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരു ഒളിക്യാമറ ഓപ്പറേഷനാണെന്ന് കാണുന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം 1.5 കോടി ദിലീപ് നടിക്ക് ആക്രമിക്കാൻ വേണ്ടി അയാൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് പോലെ റിപ്പോർട്ടർ ചാനൽ എന്തെങ്കിലും കോടികൾ ഈ വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ തോന്നിപ്പോകും, കാരണം ആ രീതിയിലാണ് ആ ചാനൽ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പൾസർ സുനി ഒക്കെ പോലെ ഒരാൾ എന്തെങ്കിലും കൊടുക്കാതെ ഇമാരി പണിക്ക് നിൽക്കുമോ എന്നുള്ളത് അതാണ് അത്ര മണ്ടറൊന്നും ആവാൻ സാധ്യതയില്ല. ഇത്തരം പണിക്ക് നിൽക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് കേസൊക്കെ നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ വെളിപ്പെടുത്തലും കോൺട്രവേഴ്സിയാവുന്ന വെളിപ്പെടുത്തലൊക്കെ നടത്തും എന്ന് നമുക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതൊരു പെയ്ഡ് ന്യൂസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഓൾറെഡി സിനിമയൊക്കെ ഔട്ടായിട്ട് നിൽക്കുന്ന സമയമാണ്. സിനിമകൾ ഉണ്ടെങ്കിലും ആ സിനിമകളൊന്നും പച്ച തൊടുന്നില്ല. പല സിനിമകളും പൊട്ടിപ്പാളി സാവുകയാണ് ചെയ്തത്. സെലക്ഷൻ തന്നെ വളരെ മോശമാണ്. സിനിമ ഇപ്പോൾ നമുക്ക് നോക്കേണ്ട രാമനില, അതിനുശേഷം കേസിനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് രാമലീല വന്നു. രാമലീല ഒരു മികച്ച സിനിമയായിരുന്നു. അതിൻ്റെ സംവിധായകൻ്റെ മികച്ച സിനിമകളൊന്നായിരുന്നു. ആ സിനിമ അടിപൊളി സിനിമയായിരുന്നു. അതുകൊണ്ട് ആ സിനിമ ക്ലിക്കായി ജയിച്ചു. സിനിമ അടിപൊളിയായിട്ട് ഓടി. അത് ദിലീപിൻ്റെ കഴിവുകൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, അത് സിനിമയുടെ കഴിവാണ്. ദിലീപിൻ്റെ കഴിവുണ്ടാവില്ല എന്നല്ല. പക്ഷേ പിന്നീട് അറിയാൻ ദിലീപിൻ്റെ സിനിമ അവസാന സിനിമ പവീത കറക്റ്റായി മുതൽ ഇങ്ങനെ നോക്കുക. പല സിനിമകളും ഇങ്ങനെ വന്നു പോകുന്നു എന്നല്ലാതെ ആ സിനിമയൊന്നും മര്യാദയ്ക്ക് തിയേറ്റർ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തിയേറ്റർ, 2 ആഴ്ചയ്ക്കുള്ളിൽ തിയേറ്ററിൽ വിട്ട് പോവുകയാണ്. ഇനി ദിലീപിൻ്റെ അടുത്ത സിനിമ വരാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി വരാൻ പോകുന്നുണ്ട്. പിന്നെ ദിലീപ് മായാവി പോലത്തെ ഒരു ക്യാരക്ടറായിട്ട് വരുന്ന പറക്കും ബാലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വരുന്ന സിനിമ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം സിനിമകളെക്കുറിച്ച് AD മൂസിയുടെ 2ാം ഭാഗത്തെക്കുറിച്ച് കേൾക്കുന്നത്. ദിലീപിന് സിനിമകളുണ്ട്, ദിലീപ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ സിനിമകൾ ഹിറ്റാവുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ദിലീപിന് പഴയ എഡ്ജിലേക്ക് ദിലീപിൻ്റെ കോറായ ഫാമിലി ഓഡിയൻസിനെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിഷയം നമുക്കറിയാം. ദിലീപും കാവ്യമാധവൻ, മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞ ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെ പരസ്പരമുള്ള മഞ്ജു വാര്യനുമായിട്ട് ദിലീപ് കാവ്യ കല്യാണം കഴിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരാളായി ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയും മഞ്ജു വാര്യരുടെയും ഇടയിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിഷയങ്ങളുണ്ടാവും. ദിലീപിൻ്റെ ബിനാമിയായിരുന്നു. അതായത് ദിലീപിൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിക്കാനുള്ള കാരണം അവർ ദിലീപിൻ്റെ ബിനാമിയായിരുന്നു എന്നൊക്കെ പറയുന്ന മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദിലീപിൻ്റെ അനുകൂല സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. നമുക്ക് ഏതായാലും ഇത്തരം സിനിമകളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളെ സിനിമയിലെ പ്രശ്നങ്ങളായതുകൊണ്ടാണ്. സാധാരണ നിങ്ങൾ ആലോചിക്കാം, ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ വിഷയയുടെ സെയിലബിൾ വാല്യൂ ആണ്, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഇവർ ശ്രദ്ധിക്കുന്നത്. കേരളത്തിൽ അതിന് ശേഷം എത്ര പീഡനങ്ങൾ നടന്നു, എത്ര സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു, പക്ഷെ അതൊന്നും ഇത്രയും കാലം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ, സിനിമ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ് ജനങ്ങളുടെ ഇടയിലുള്ളത്. പിന്നെ ജനങ്ങൾക്ക് ദിലീപിനെതിരെ പറയുമ്പോൾ അല്ലെങ്കിൽ വലിയൊരാൾക്കെതിരെ പറയുമ്പോൾ ദിലീപിനെതിരെ വാർത്ത, മഞ്ജു വാര്യരോടുള്ള സിമ്പതി, ദിലീപിനോടുള്ള വിദ്വേഷം, ഇങ്ങനെ പല രീതിയിൽ ജനങ്ങളുണ്ടല്ലോ. മനുഷ്യർ പല രീതിയിലാണല്ലോ. അപ്പോൾ എപ്പോഴും ദിലീപ് ഒരു ദുരന്ത കഥാപാത്രം അല്ലെങ്കിൽ ദുഷ്ട കഥാപാത്രവും മഞ്ജു വാര്യർ ഒരു ഭയങ്കര സ്നേഹമയ്യായ കഥാപാത്രവും ഒക്കെയാണ് മലയാളികൾക്ക് എപ്പോഴും അങ്ങനെയുണ്ട്. എപ്പോഴും ഒരു ലൈനിലങ്ങ് പിടിച്ചു പോയാൽ ആ ലൈൻ തന്നെ തുടരുക, അതിന് മാറ്റമൊന്നും വരില്ല. ഇനിയിപ്പോൾ ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനായെന്ന് പറഞ്ഞ് ഇതൊന്നുമല്ല വേറൊരാളാണ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാൻ പോകില്ല. കാരണം ജനങ്ങൾക്കൊരു പ്രിജുഡിസ്ഡ് മെൻറ്റാലിറ്റി, മുൻധാരണയുണ്ട്. അപ്പോൾ ജനങ്ങൾ അങ്ങനെ തന്നെ അതൊന്നും കളവാന്നേ പറയുള്ളൂ. കോടതിയിൽ നിന്ന് മാറിയാലും അങ്ങനെ പറയുള്ളൂ. അത് പൊതുവേ അങ്ങനെയാണ്. ഒരാളെക്കുറിച്ച് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ മാറ്റി പറയാൻ ഒരിക്കലും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ ആര് വേണമെങ്കിലും കുറ്റക്കാരാവാം, ആര് വേണമെങ്കിലും ആണോ. ഇത് സാഹചര്യമായ തെളിവുകളുണ്ട്, കോടതിയുടെ മുമ്പിലാണ്. അതിൻ്റെയൊക്കെ റിപ്പോർട്ടർ ഇതിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കളിക്കുകയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ ചാനലിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു സംഭവം വരുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. ഈ വാർത്ത
ഉണ്ടാക്കപ്പെട്ടതാണോ എന്നുള്ളത്, അതായത് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണോ, ഇത് പെയ്ഡായ ഒരു സംഭവമാണോ എന്ന് കൂടി നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അങ്ങനൊരു വാർത്ത സാധാരണ റിപ്പോർട്ടറിന് മറ്റ് ചാനലുകളിലെ പോലെയല്ല, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്ന ചാനലാണ്. ആ ചാനൽ പല സമയത്ത് ഒരു മഞ്ഞപ്പത്ര സ്വഭാവം കാണിക്കാറുണ്ട്. അതിൻ്റെ വാർത്താ വിപണിയിൽ അത് വിൽക്കാൻ ആവശ്യമായ എല്ലാ മസാലക്കൂട്ടുകളും അവർ തയ്യാറാക്കിയിട്ടാണ് സാധാരണ ഇത്തരം വാർത്തകൾ വിൽക്കാൻ ശ്രമിക്കാറ്. ആ ചാനൽ വന്നത് മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചാനലിൻ്റെ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ചാനൽ വിൽക്കാനാണ് നോക്കുക. എല്ലാ ചാനലും അങ്ങനെ തന്നെയാണ്. ഇപ്പം പല ചാനലുകളും ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ ചീത്ത വിളിക്കാനുള്ള കാരണം മറ്റുള്ളവർ കാണുമെന്നുള്ളതാണ്. എല്ലാ ചാനലുകൾക്കും അവരുടെ രാഷ്ട്രീയമുണ്ട്. ഇല്ല, അതിപ്പോൾ ഏഷ്യാൻ്റെ രാഷ്ട്രീയമുണ്ട്, നമുക്കറിയാവുന്നതാണ്. അത് LDF വിരുദ്ധ രാഷ്ട്രീയമാണ്. മാതൃഭൂമിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവും, 24-ന് രാഷ്ട്രീയമുണ്ട്. കാരണം അതിൻ്റെ മുതലാളിമാരൊക്കെ പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ ഓണേഴ്സ് പ്രധാനപ്പെട്ട. അവരൊന്നും മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ചാനൽ മുന്നോട്ട് പോകുന്നില്ല. അവർക്ക് വ്യക്തമായ ധാരണയും അവർക്ക് വ്യക്തമായ പ്ലാനുകളും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് വിൽക്കാൻ പറ്റുന്ന വാർത്തകൾ അവർ വിൽക്കുള്ളൂ. അപ്പോൾ അത്തരം വാർത്തകളിലേക്ക് അവർ പോകും. സ്വാഭാവികമാണ്. അതുപോലെ റിപ്പോർട്ടർ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ വാർത്തകൾ വരുന്നു, അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം വേർഷനായിട്ട് അവർ വരുന്നു. കേരളത്തിലെ ചാനലുകളെല്ലാം തന്നെ ഏകദേശം വിൽക്കാൻ വേണ്ടി മാത്രം വാർത്തകൾ, സത്യസന്ധമായ വാർത്തകൾക്കപ്പുറം വാർത്തകൾ എന്ന് പറയുന്ന പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവായ വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്യുന്നതാണ് 99% ചാനൽ വാർത്തകളും. 1% നേരിന്. അതുകൊണ്ടാണ് അവർക്ക് നല്ല വാർത്തകൾ എന്ന് പറയുന്ന ഒരു വാർത്താ പരിപാടി തുടങ്ങേണ്ടി വന്നത്. അത് വാർത്തകൾ എപ്പോഴും നെഗറ്റീവ് വാർത്തകളാണ്, പോസിറ്റീവായ വാർത്തകൾ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത കണ്ടു, വലിയ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെളിച്ചല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അതിന് സംഘാടകർ തന്നെ അതിനെ എതിർത്ത് പറയുന്നത്. അപ്പോൾ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട് എല്ലാത്തിനും. ഇനി CPM അനുകൂലമായിട്ട് പറയുന്ന ചാനലുകളുണ്ടാവും, അതിനുണ്ടാവും പൊളിറ്റിക്സുകൾ എല്ലാത്തിനും ഉണ്ട്. BJPക്ക് അനുകൂലമായി പറയുന്നു, BJPയെ കണ്ണെടുത്താൽ എന്തും എതിർക്കുന്ന ചാനലും കേരളത്തിലുണ്ട്. അപ്പം അത് വിൽക്കാൻ പറ്റും കേരളത്തിൽ. അതുകൊണ്ടാണ് BJPക്കെതിരെ പറഞ്ഞ കേരളത്തിൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് BJPക്കെതിരെ ശക്തമായി പറയുന്നത്. BJP മെജോറിറ്റി ആയിട്ട് വന്നാൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞുകൊള്ളണമെന്നില്ല. അതാണ് വിഷയം. അത് സ്വാഭാവികമാണ്. ചില മതങ്ങൾക്കെതിരെ വലിയ വ്യാപകമായി ആക്രമിക്കുക എന്നാണ് എതിർ വാർത്തകൾ വരുന്നതാണ്. ചിലതിനെതിരെ ഒരിക്കലും മിണ്ടാൻ അവർക്ക് സാധിക്കില്ല, പേടിയാണ്. അപ്പം അങ്ങനെ മതപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഒക്കെ അടിമപ്പണിയെടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാവരും. സ്വതന്ത്രമായ അഭിപ്രായമൊന്നുമല്ല, നമ്മളങ്ങനെ വിചാരിക്കുന്നത് വെറുതെയാണ്. പിന്നെ എനിക്കൊന്ന് യൂട്യൂബ് ചാനലുകൾക്കാണ് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുള്ളതെന്ന് തോന്നുന്നു. അവർക്കെന്തും പറയാമല്ലോ, ആരും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന പോലെ പല കാര്യങ്ങളും നമ്മൾ അഭിപ്രായ പ്രകടനം നടത്താം. ഇതിനെതിരെ അഭിപ്രായം പറയുന്നത് തെറ്റില്ലല്ലോ. നിങ്ങൾക്ക് പറയാനുള്ള സ്പേസ് കമൻറ്റ് ബോക്സിലുണ്ട്, എന്തുകൂടെ പറയാം അല്ലേ, സ്പേസ് ഉണ്ട്. അത് നമുക്ക് കൊടുക്കുന്ന ഒരു സ്പേസാണ്. അത് ജനങ്ങൾക്ക് ഇപ്പോൾ പല വാർത്തകളുടെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അതിൽ ഫേക്ക് ആയതുകൊണ്ടാവില്ല എന്നല്ല പറയുന്നത്. പക്ഷേ വാർത്തകളുടെ പ്രാധാന്യം വാർത്തകളുടെ ജെന്യൂനിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ അത് കള്ളവാർത്തകൾ പൊളിച്ചെടുക്കാനുള്ള സ്പേസ് കൂടി സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചെന്ന് മാത്രം. ഈ വാർത്ത ഇപ്പോൾ പൊടുന്നതിന് ഉയർന്നു വരാനുള്ള കാരണം ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആ വാർത്ത ഇല്ലാത്തതാണ്. പെട്ടെന്ന് ജനങ്ങൾക്ക് താല്പര്യം വരും, അതവർക്കറിയാം. ഇപ്പോൾ വിൽക്കാൻ പറ്റിയ വാർത്ത അസലായിട്ട് വിൽക്കുകയാണ്. ഇത് എത്രത്തോളം മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഇത് കോടതി അടക്കമുള്ള കാര്യങ്ങൾ ഇടപെടുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം, ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട്. അതോ ഇത് വെറും ഒന്നുമില്ലാത്ത രീതിയിൽ ആയിപ്പോകും നമുക്കറിയില്ല. ഏതായാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രണ്ടാമത് ലൈം ലൈറ്റിൽ